അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ചൈനീസ് സ്റ്റൈലിലുള്ള ഗാർലിക് ചിക്കനാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചൈനീസ് ബാറ്റർ തയ്യാറാക്കാണ്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മൈദ, 2 ഒരേ അളവിലാണ് നമ്മൾ ചേർക്കുന്നത്. 1/2 ടീസ്പൂണോളം പഞ്ചസാര, 1/2 ടീസ്പൂണോളം ഉപ്പ്, 1/2 ടീസ്പൂണോളം ബ്ലാക്ക് പെപ്പർ, ഒരു 1/2 ടീസ്പൂണോളം തന്നെ സോയാ സോസ് കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മൾ വെള്ളം കുറേശ്ശെയായിട്ട് തളിച്ചു കൊടുത്തിട്ടാണ് ശരിക്കും ബാറ്റർ തയ്യാറാക്കിയെടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി മിക്സ് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ ബോൺലെസ് ആയിട്ടുള്ള പീസ് വാഷ് ചെയ്തിട്ട് നല്ല ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന പീസാണ് നമ്മൾ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ഇനിയാണ് അല്പം കൂടി കോൺഫ്ലോർ ഇട്ട് കൊടുത്താണ് നമ്മൾ ടൈറ്റാക്കി എടുക്കുന്നത്. ഇങ്ങനെ വേണം ചൈനീസ് ബാറ്റർ തയ്യാറാക്കാനായിട്ട്. നമ്മൾ എത്ര ടൈറ്റാക്കി എടുത്താൽ അല്പം കൂടി കോൺഫ്ലോർ ഇട്ട് കൊടുത്ത് ചിക്കൻ നല്ല ടൈറ്റായതിനു ശേഷം ഓരോരോ പീസായിട്ട് നമ്മൾ ചൂടായി വന്ന ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഓയിൽ ചൂടായതിനു ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ. ഓരോരോ പീസായിട്ട് നമ്മൾ ശരിക്കും സ്പ്രെഡ് ചെയ്ത് തന്നെ ഇട്ടു. അത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. 2 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. അതേ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചൈനീസ് മസാല തയ്യാറാക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഓയിലിലേക്ക് ഒരു മീഡിയം വലിപ്പമുള്ള ഒരു ഗാർലിക്കാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഫൈൻ ചോപ്പ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ഗാർലിക്ക് നല്ല രീതിയിൽ സോട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ശരിക്കും ഗാർലിക് ചിക്കൻ തയ്യാറാക്കുന്നത്. അത് ചുട്ടെടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടും. അത് ആദ്യം തന്നെ നമ്മൾ സോട്ട് ചെയ്ത് മാറ്റാണ്. അതിലേക്ക് നമ്മൾ ഇഞ്ചി, 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തു. 2 പച്ചമുളക് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തു. ഇത് നല്ല ബ്രൗൺ കളറായി വന്നതിന് ശേഷമാണ് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നത്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാളയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നല്ല രീതിയിൽ നമ്മളതിനെ സോട്ട് ചെയ്ത് മാറ്റാണ്. ഇത് നല്ല സോട്ടായതിനു ശേഷം മാത്രമാണ് ഇതിലേക്ക് സോസുകളെല്ലാം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇത് കടായി ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒനിയനെല്ലാം വളരെ പെട്ടെന്ന് തന്നെ സോട്ടായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എല്ലാം ഉപയോഗിക്കുമ്പോൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മൾ ഗാർലിക്കിൻ്റെ ഒക്കെ നല്ല സ്ട്രോങ് ഫ്ലേവർ ആയതുകൊണ്ട് ചില്ലി പേസ്റ്റ് കുറച്ച് കൂടുതൽ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ തയ്യാറാക്കി മാറ്റാവുന്നതാണ്. 2 ടേബിൾ സ്പൂണോളമാണ് ചില്ലി പേസ്റ്റ് നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നത്. 1 ടേബിൾ സ്പൂണോളം സോയാ സോസ് കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തു. നമ്മൾ ആദ്യം തന്നെ സോസുകളെല്ലാം മിക്സ് ചെയ്തു. അല്പം വെള്ളം കൂടി ആഡ് ചെയ്ത് ആ സോസ് ഒരു ഗാർലിക് സോസ് തയ്യാറാക്കിയിട്ടാണ് നമ്മൾ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിരിക്കുന്നത്, ഹാർഡായിട്ടല്ല. അപ്പോൾ നല്ല ഒരു ഗ്രേവിയിൽ കിടന്നും കൂടി നമ്മൾ അല്പം കൂടി കുക്കായിട്ട് കിട്ടും. ശരിക്കും ചിക്കൻ നല്ല രീതിയിൽ വെന്ത് കിട്ടും. ഒട്ടും ഹാർഡായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് കിട്ടില്ല. ഇനി ഇതിലേക്ക് വൈറ്റ് പെപ്പർ, ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് അജിനോമോട്ടോ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഗാർണിഷിനായിട്ട് സെലറിയോ സ്പ്രിംഗ് ഓനിയനോ യൂസ് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള ഗാർണിഷ് യൂസ് ചെയ്ത് നമുക്ക് ചേഞ്ച് ചെയ്ത് മാറ്റാവുന്നതാണ്. സ്പ്രിംഗ് ഓനിയൻ്റെ തണ്ടാണ് ഇതിലേക്ക് ഗാർണിഷിനായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗാർലിക് ചിക്കൻ റെഡി ആയി കഴിഞ്ഞു.